ബിജെപിയുടെ നേതൃത്വത്തിൽ പാലാ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ ധർണ നടത്തി. ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി NK ശശികുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. പാലാ ജനറൽ ആശുപത്രി ഇരു മുന്നണി നേതാക്കളും പണം സമ്പാദിക്കാനുള്ള മാർഗമായി മാറ്റിയിരിക്കുകയാണെന്ന് NK ശശികുമാർ പറഞ്ഞു. 2 കോടി രൂപ ജോസ് കെ മാണിയുടെ വകയുണ്ട്, 2 കോടി രൂപ മാണി സി കാപ്പൻ്റെ വകയുണ്ട്. അപ്പോൾ മൊത്തം 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. നിലവിൽ അനുവദിച്ചിരിക്കുന്നത് 2 കോടി രൂപയാണ്. ഇത് ഒരു ഉദാഹരണമാണ്. പാലായെ കഴിഞ്ഞ 50 വർഷക്കാലമായി ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്ന 2 മുന്നണികളാണ് പാലായുടെ ശാപം എന്ന് പറയുന്നത്. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ സാഹചര്യത്തിൽ ഇതെവിടുന്നെടുത്ത് കൊടുക്കാനാണ്, ആരെടുത്ത് കൊടുക്കാനാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ഈ പാലായിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകും, ഈ റോഡിലൂടെ പോകുമ്പോൾ, ആശുപത്രിയിലേക്ക് കയറി പോകുമ്പോൾ ആ റോഡിൻ്റെ ശോചനീയാവസ്ഥയും ആ റോഡിൻ്റെ പരിതാപകരമായ അവസ്ഥയും എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളല്ലേ ഈ നാട്ടുകാർ. അത് കഴിഞ്ഞ 50-60 വർഷക്കാലമായി തുടരുന്ന റോഡാണിത്. അതല്ലാതെ ഇന്നലെയോ മിനിയാന്നോ പണിത റോഡല്ല ആശുപത്രി റോഡെന്ന് പറയുന്നത്. 2 വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു വന്നാൽ ആശുപത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത തരത്തിൽ ഇടുങ്ങിയ റോഡാണ് ഈ റഫറൽ ആശുപത്രിയിലേക്ക് ഉള്ള റോഡെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴാണോ ഇത് ജോസ് കെ മാണിയും മാണി സി കാപ്പനും കാണാൻ തുടങ്ങിയത് ഇങ്ങനെ റോഡാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്? ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കാനും മരുന്നും മറ്റു ഉപകരണങ്ങളും ലഭ്യമാക്കാനും കഴിഞ്ഞിട്ടില്ല. സ്ഥലം കയ്യേറിയവർക്കെതിരെ നടപടിയെടുക്കുന്നതിലും നഗരസഭാ ഭരണ നേതൃത്വം പരസ്പര സഹകരണ മുന്നണിയായി പ്രവർത്തിക്കുന്നതായും NK ശശികുമാർ പറഞ്ഞു. പാലാ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് G ബിനീഷിന്റെ അധ്യക്ഷതയിൽ BJP സംസ്ഥാന നേതാക്കളായ പ്രൊഫസർ B വിജയകുമാർ, സെബി പറമുണ്ട, വിഷ്ണു വഞ്ചിമല, ഷാനു VS, മുരളീധരൻ PR, ജയ രാജു, റോജൻ ജോർജ്, മാഗി ഡൊമിനിക്, മനോജ് മാഞ്ചേരി, കുട്ടികൃഷ്ണൻ V, അരുൺ R നായർ, D ബിജു, സുരേഷ് B, സ്മിത വിനോദ്, ശ്രീകുട്ടൻ MO, ഹരി ഉണ്ണിപ്പള്ളി, പയസ് TJ, അജി KS തുടങ്ങിയവർ പ്രസംഗിച്ചു.